ഹായ്, ഞാൻ ടീന. ഞാൻ 10th കഴിഞ്ഞു. എന്റെ വീട് കണ്ണൂർ ഇരിട്ടിയിലാണ്. ഞാൻ CMI ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഞാൻ 5th പഠിക്കുമ്പോഴായിരുന്നു സ്മാർട്ട് കിഡ്സ് അബാക്കസിൽ ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് ഞാൻ അത്യാവശ്യം റെഗുലർ ആയിട്ട് തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പുകേഷ് സാർ എപ്പോഴും പറയുമായിരുന്നു, നമുക്കൊരു ഡോക്ടർ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാൽ അത് നമ്മൾ റെഗുലർ ആയിട്ട് അവർ പറയുന്ന സമയത്താണ് കഴിക്കണ്ടേ, അല്ലാണ്ട് എല്ലാം കൂടെ മൊത്തത്തിൽ കഴിച്ചാൽ അതിലൊരു ഫലവും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് അബാക്കസും. നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യണം, എന്നാലേ നമുക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ അത്യാവശ്യം റെഗുലർ ആയിട്ട് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ 9th ആയപ്പോഴത്തേക്കും കുറെ പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ CBSEയിലാണ് പഠിച്ചത്. അപ്പൊ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു, അബാക്കസ് നിർത്തേണ്ടി വന്നു. എന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. റിപ്പീറ്റഡ് അഡീഷൻ ഒക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ 10th എനിക്കിപ്പം CBSEയിൽ എനിക്ക് 99% കിട്ടി. ഞാൻ എന്നും എക്സാമിന് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ അബാക്കസ് ചെയ്യുമായിരുന്നു. സാർ എപ്പോഴും പറയും അത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുമെന്ന്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് റിസൾട്ട് വന്നപ്പം ഞാൻ സാറിനെ വിളിച്ചു. സാറിനും സന്തോഷമായി. താങ്ക് യു സോ മച്ച് സാർ. അബാക്കസ് ഒരിക്കലും നമ്മുടെ മാത്സിലെ സ്കിൽസ് മാത്രമല്ല കൂട്ടുക, നമ്മുടെ മൈൻഡ് ഷാർപ്പാക്കും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടും. അങ്ങനെ കുറെ അധികം ഹെൽപ്പ് നമുക്ക് ചെയ്യുന്നുണ്ട്, മെമ്മറി കൂട്ടും. അപ്പം എനിക്ക് അബാക്കസ് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിൽ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് സ്മാർട്ട് കിഡ്സ് അബാക്കസ്.